ഇന്ന് തിരുവോണ ദിവസമാണ്. 2 ഓണസദ്യ കഴിഞ്ഞിട്ടാണ് വീട്ടിലെങ്കിലും നമ്മുടെ വീട്ടിലെ ഓണം ഒഴിവാക്കിയാലും ഇന്നോടെ വീട്ടിലെ ഓണം ഒഴിവാക്കിയാലുള്ള അനുഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കുറച്ച് 1 മണിക്കൂർ വൈകിയാണ് ക്ഷമിക്കുക. പക്ഷെ ഇവിടെ വരാതിരിക്കാനാവില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ടത്. തിരുവോണമാണെങ്കിലും എന്താണെങ്കിലും ജോർജ് സാർ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ആർട്ട് ഗാലറിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം വേണ്ടുവോളം ഉള്ള ഒരു വ്യക്തിയാണ് ജോർജ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിത് ഈ കാര്യത്തിൽ ഏറ്റവും പ്രസക്തി തോന്നിക്കുന്നത്. കാരണം ആർട്ട് ഗാലറിയാണ് വെറുതെ കാണും, പക്ഷെ നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള വ്യക്തിയുടെ ഓരോ പ്രവൃത്തിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം കടമയാണെന്ന് വിശ്വാസം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ മനുഷ്യനെ ആദ്യം പരിചയപ്പെടുന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു മീറ്റിംഗിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ അടുത്തു. ഞങ്ങളെ കണ്ടമാനം റോട്ടിക്കൊണ്ട് എത്തിക്കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. മറ്റു പൊതുപ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പോയി. തോപ്പുംപടിയിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി വൈകിയതിന് കൊച്ചിൻ ഏരിയയിലേക്ക് വെള്ളം എത്തിക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയോ ദിവസം അവിടെ പോയിട്ട് സമരം നടത്തിയിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ മുന്നിൽ ജോർജ് നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ ശക്തമായിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പലരും ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ, നേരത്തെ സംസാരിച്ച മിസ്റ്റർ ജെയിംസ് അടക്കം പലരും അവിടെ ആ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സന്മനസ് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ. അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റാണ്. അതും പലർക്കും അറിയാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ നോവല് വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറെ നോവലുകളുണ്ട്. പല സ്ഥലത്ത് എഴുതുന്ന പ്രസ്ഥാനത്ത് നമുക്ക് സമൂഹത്തിൽ പല കാര്യങ്ങൾ എഴുതാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ലോ കോളേജിനകത്ത് കയറാനുള്ള ഭാഗ്യം ML ജോർജ് വഴിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പല സെമിനാറുകളും അവിടെ കൊണ്ട് നടത്തുമ്പോൾ അതിന്റെ കൂടെ ഉള്ളു കാണാനും വക്കീലന്മാർ പഠിച്ച സ്ഥലങ്ങൾ കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് ജോർജ് സാർ വഴിയാണ്. അത് മാത്രമല്ല, ഈ വീട്ടിനകത്ത് സ്വന്തം ഭാര്യ മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ ഏറ്റവും നല്ല ഒരു വനിതയെ തിരഞ്ഞെടുക്കുക, എല്ലാ വർഷവും തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുക്കുക എന്നുള്ളത് പറയുന്നത് നമ്മൾ എത്ര പേർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കിയാണ്. അത് വലിയ തുക വെച്ച് എനിക്ക് തോന്നുന്നു KR ഗൗരിയമ്മയാണ് ആദ്യം, അല്ലെ? KR ഗൗരിയമ്മയാണ് ഒരു അവാർഡ് നമ്മൾ കൊടുത്തത്. പിന്നെ രണ്ടാമത്തത് മൈലമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ വളരെ അർഹിക്കുന്നവരിലേക്ക് അവാർഡ് കൊടുത്ത് ഉയർത്തുക എന്നുള്ള ഒരു സങ്കല്പവും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അവാർഡ് തുകയും കൂടി ചേർന്നിട്ടുള്ള ഫലകവും കൂടി ചേർത്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം നമ്മൾ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തെ പോലും വകവെക്കാതെ ഓരോ സമയവും നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോവൽ എഴുതി എന്ന് പറഞ്ഞു. ഇപ്പൊ ആർട്ട് ഗാലറിയിൽ അദ്ദേഹം വരയ്ക്കുന്നു എന്ന് പറയുന്നു. ആർട്ട് ഗാലറി മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. നമ്മുടെ കുടുംബം സ്വന്തം വീട് മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കും പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നവർ എത്ര പേര് നമുക്ക് കാണാൻ പറ്റും. വർത്തമാനം പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് നമ്മുടെ ML ജോർജ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്തെല്ലാം തിരുവോണമായാലും കൊള്ളാം, എന്തൊക്കെ സദ്യയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായും വൈകിയാലും കൊള്ളാം, ഇത് രാത്രിയായി പോയാലും കുഴപ്പമില്ല, ഞാനിവിടെ വന്ന ആശംസ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ 1 മണിക്കൂർ വൈകി നമ്മുടെ അതിന് ക്ഷമിക്കും എന്നുള്ള വിശ്വസിക്കുന്നു. അത് ഇന്നത്തെ ഈ ദിവസം ധന്യമാകട്ടെ. ഇനി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിന് സംരംഭം ചെയ്യും എന്നുള്ള ഉറപ്പ് തരുന്നു. അദ്ദേഹത്തിന്റെ സംരംഭം വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്